പാലാ നഗരസഭയിലെ UDF ഭരണം പ്രതിസന്ധിയിൽ. കോൺഗ്രസ് സംഘത്തിനെതിരെ പോലീസിൽ മോഷണ പരാതി നൽകി ചെയർപേഴ്സൺ ദിയ ബിനു. ആത്മാഭിമാനം പണയപ്പെടുത്തി അധികാരത്തിൽ തുടരാൻ താൽപ്പര്യമില്ലെന്ന് ബിനു പുളിക്കങ്കണ്ടം. എയർപോർട്ട് മോഷണ വിവാദമുയർന്ന പാലാ നഗരസഭയിലാണ് വീണ്ടും മോഷണ പരാതി ഉയരുന്നത്. അന്ന് ആരോപണ വിധേയനായത് കൗൺസിലർ ബിനു പുളിക്കക്കണ്ടം. ഇന്ന് വീണ്ടും മോഷണ ആരോപണം ഉയരുമ്പോൾ കേസിൽ പരാതിക്കാരി ബിനു പുളിക്കക്കണ്ടത്തിന്റെ മകളായ ചെയർപേഴ്സൺ ദിയ പുളിക്കക്കണ്ടം. തന്റെ ഫയലും വാച്ചും കോൺഗ്രസ് അംഗം ബിജു മാത്യൂസ് മോഷ്ടിച്ചെന്നാണ് ദിയയുടെ പരാതി. അപ്പോൾ ഇത് വിവരം അറിഞ്ഞ് ഞാൻ ഉടനെ വന്നപ്പം അവിടുത്തെ എൻ്റെ OAയോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നിർബന്ധിച്ച് തുറപ്പിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ കുറച്ച് ഫയല്, കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല സാധനങ്ങളും ഞാൻ വെച്ചിട്ട് പോകുന്നൊരു ഫയലാണ്. അപ്പോൾ ഒരു ഫയൽ നഷ്ടപ്പെട്ടിരുന്നു. അതിനകത്ത് എൻ്റെ ഒരു വാച്ചും ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ അത് വാച്ചെടുക്കാൻ വേണ്ടി എടുത്തായിരിക്കില്ല ആ ഫയൽ. പക്ഷേ എനിക്ക് ആ ഫയലാണ് വേണ്ടത്. എൻ്റെ ഭരണത്തിൽ പിഴവ് വരുത്താൻ വേണ്ടി ചെയ്തതായിരിക്കാം. പക്ഷേ ആ ഫയൽ തിരിച്ച് കിട്ടണം എന്നുള്ള ഇതുകൊണ്ട് ഞങ്ങൾ അപ്പോൾ തന്നെ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു. പിന്നെ ഇവിടെ അതിക്രമിച്ച് കയറിയ കൗൺസിലറാണ് അത് നിർബന്ധിച്ച് തുറന്നതെന്ന് പറഞ്ഞ സെക്രട്ടറി ഇവിടുന്ന് കൗൺസിലർക്കെതിരെയും ഒരു പരാതി പോന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം UDF പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വെച്ച് കൗൺസിലർമാരായ ബിനു പുളിക്കക്കണ്ടവും സഹോദരൻ ബിജു പുളിക്കക്കണ്ടവും കയ്യേറ്റം ചെയ്തെന്നാരോപിച്ച് ബിജു മാത്യൂസ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് മോഷണ പരാതിയും എത്തുന്നത്. മോഷ്ടിച്ച് പരിചയമുള്ളത് ബിനുവിനാണെന്നും നഗരസഭയിൽ ഭരണം തികഞ്ഞ പരാജയമാണെന്നും കോൺഗ്രസ് അംഗം ബിജു മാത്യൂസ് തുറന്നടിച്ചു. അവിടുന്ന് ഒരു സാധനം മോഷ്ടിച്ചതായിട്ട് അറിയില്ല. അതിന് തൊട്ട് ശേഷം ഞാൻ താഴോട്ട് ഇറങ്ങുമ്പം ദിയ ബിനു പുളിക്കക്കണ്ടവും ബിജു പുളിക്കക്കണ്ടവും, അതായത് ചെയർപേഴ്സണും ആ മുറിയിലേക്ക് ഓടി കയറുന്നത് കണ്ടു. എന്തോ സാധനം, അവർക്ക് എന്തോ കാര്യം അവിടെ എന്തോ അവർക്ക് മാറ്റാനുണ്ടായിരുന്നിരിക്കാം, എന്തോ സാഹചര്യമുണ്ട്. ഈ വിഷയത്തിൽ ഈ നഗരസഭയിൽ ഒരു മോഷണം ഇതിന് സമാനമായി നടന്നിട്ടുണ്ട്. ആ മോഷണ കേസിലെ പ്രതി ഈ ബിനു പുളിക്കക്കണ്ടമാണ്. ആ കേസ് നടക്കുന്നുണ്ട്. അദ്ദേഹത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരിക്കും. സമാന കേസിൽ പ്രതിയായ ആളെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരിക്കും ഇത്തരത്തിൽ പോലീസിന് ചെയ്യാനുള്ളത്. അടിയന്തരമായിട്ട് അങ്ങനെ നടക്കട്ടെ. മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കണ്ടുപിടിക്കണം. പുതിയ വിവാദങ്ങളിൽ UDFനകത്തെ തമ്മിൽപോര് കൂടുതൽ രൂക്ഷമാവുകയാണ്. ആത്മാഭിമാനം പണയപ്പെടുത്തി അധികാരത്തിൽ തുടരാൻ താല്പര്യമില്ലെന്ന് ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. പക്ഷേ സമ്മർദ്ദത്തിൽ വശപ്പെട്ടുകൊണ്ട് വ്യക്തിത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും വ്യക്തമായ ഒരു ഞങ്ങളുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഒരു കേവല സ്ഥാനം നിലനിർത്തുന്നതിന് വേണ്ടി വ്യക്തിത്വം പണയം വെച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലൂടെ ഞങ്ങൾ മുമ്പോട്ട് പോകത്തില്ല. UDF നേതൃത്വം, ഇപ്പോൾ ആ വ്യക്തി പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞാണ് അറിയുന്നത്, കോൺഗ്രസിൻ്റെ നേതൃത്വം ഒരു കത്ത് തന്നാൽ മതി. ഇങ്ങനെ നിങ്ങളിൽ ചെയർപേഴ്സണിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് അതിന് ഞങ്ങളെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ട ആവശ്യമില്ല, പത്രമാധ്യമങ്ങളിലൂടെ പറയേണ്ട ആവശ്യമില്ല. ഒരു കത്ത് തന്നാൽ വളരെ സന്തോഷത്തോടുകൂടി UDFൻ്റെ ആ തീരുമാനം, അല്ലെങ്കിൽ UDFന് ആ തീരുമാനം എടുക്കത്തില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. UDFൻ്റെ നേതാക്കന്മാരെല്ലാം ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പാർലമെൻറ്റ് പാർട്ടി അവരുടെ ഉന്നത നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി ഒരു കത്ത് തന്നാൽ ഞങ്ങൾ മാറാൻ തയ്യാറാണ്. വരും ദിവസങ്ങളിൽ UDFൽ ഈ വിഷയം കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുവാനാണ് സാധ്യത. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.